അപ്പം നമ്മുടെ ഇഷ്ടം നോക്കാം കേട്ടോ. ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം ഞാനൊരു 7 മിനിറ്റോളം മൂടി വെച്ചിരുന്നു. ഇതിലേക്ക് തലപ്പാലാണ്, തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് ഇട്ട് കൊടുക്കാം. മൈദ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ, മൈദക്ക് ഓരോആണ് ഈ പരിപാടി. അണ്ടിപ്പരിപ്പ് കുറച്ച് തലപ്പാലിൽ അരച്ചെടുക്കും. പിന്നെ അണ്ടിപ്പരിപ്പ് വറുത്തതാണ്, നെയ്യിൽ വറുത്തതാണ്, അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു 5-8 ഏലക്കയുടെ കുരു പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയൊരു തിള പോലെ വന്ന് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടോ.